ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റഡി സീരീസ് പാർട്ട് 5 ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റഡി സീരീസിൻ്റെ പാർട്ടും കൂടിയാണ്. അത് നമ്മൾ ഇന്നെടുക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റഡി സീരീസ് കഴിഞ്ഞു. പക്ഷേ എക്സാം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മാത്സിൽ നമുക്കറിയാമല്ലോ, സെക്കൻഡ് ടേമിൽ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മുതൽ ജോമെട്രി ആൻഡ് ഓൾജിബ്ര ആണ് ഉള്ളത്. ജോമെട്രി ആൻഡ് ഓൾജിബ്ര ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ എന്തായാലും ടീച്ചർ ചാപ്റ്റർ തീർത്തു, ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും മാത്സ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ബൈ ഹാർട്ട് ആക്കാമെന്ന് പറയുന്നത് നമുക്ക് ഫോർമുലേസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ നോക്കി പഠിത്താൻ, വായിച്ച് പഠിത്താൻ ഒന്നും ഇവിടെ നിഹി. അതുകൊണ്ട് തന്നെ എഴുതി പഠിച്ചേ മതിയാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്റർ എടുത്തു. അതെടുത്തിട്ട് അതിൽ മോർ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, പിന്നെ വലിയ ആവേശം മൂത്ത് ആദ്യം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇരുന്ന് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആവേശമൊക്കെ പതുക്കെ പോയി, മടുപ്പ് തോന്നി. അങ്ങനെ പിന്നെ മോർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ ചെയ്തിട്ട് ആ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ആ ചാപ്റ്ററിൽ ഏകദേശം എല്ലാമൊക്കെ ഞാൻ കവറപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ഇക്വേഷൻസും ഞാൻ ഒന്ന് എഴുതി നോക്കി. കാര്യം അതിൽ കുറേ ഫോർമുലാസ് ഉണ്ട്, ഡിസ്റ്റൻസ്, മിഡ് പോയിൻറ്റ്, സ്ലോപ്പ്, പിന്നെ മറ്റേ റേഷ്യോ വന്നിട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറേ. പിന്നെ ഇക്വേഷൻ ഓഫ് ലൈനൊക്കെ സർക്കിളൊക്കെ മാറിപ്പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് എഴുതി പഠിച്ചൊക്കെ നോക്കി. അതിനൊക്കെ ശേഷം ഒരു ഉച്ചയ്ക്കാണ് തുടങ്ങിയത്. പിന്നെ ശേഷം വൈകുന്നേരം നല്ല അടിപൊളി പപ്സും സോസും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നൈറ്റ് സ്റ്റഡി. പിന്നെ വൈകുന്നേരമൊന്നും അങ്ങനെ പഠിച്ചില്ല. പിന്നെ രാത്രിയാണ് തുടങ്ങിയത്. രാത്രി മീൻസ് ഒരു 6 മണി 7 മണി ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ട്രിഗ്നോമെട്രി എടുത്ത് വെച്ച് ചെയ്യാമെന്ന് കരുതി. ട്രിഗ്നോമെട്രിയാണ് ഞാൻ എല്ലാ ചാപ്റ്ററും ഒരു കണ്ടിന്യൂഷൻ ഇല്ല. എനിക്ക് ആദ്യം ഇത്തിരിയെങ്കിലും അറിയാമെന്നുള്ളതും ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ചാപ്റ്റർ വെച്ച് എടുക്കാമെന്ന് കരുതി. അതിലും ഈ മറ്റേ മോർ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ ലേബറിൻ്റെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കുറേയൊക്കെ ചെയ്ത് ഒഴിച്ചു. പിന്നെ നമ്മുടെ മറ്റേ ടൈപ്പ് ചോദ്യങ്ങളുണ്ടല്ലോ, അവൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക, ഒരു പേഴ്സൺ ഇത്ര നീളമുള്ള അവിടെ നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്നു. പിന്നെ അല്ലാതെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നോ കിട്ടിയതൊക്കെ നോക്കി ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി, ഈ മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തീരുമെന്നല്ലല്ലോ. ആ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ, ഒരു കടൽ പോലെ കിടക്കാണ്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നമ്മൾ തറവാകും. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ടോണം നമ്മുടെ സമഗ്രയിൽ നിന്ന് എടുത്തത്. അത് പക്ഷേ ക്രിസ്മസ് എക്സാമിനല്ല, നമ്മുടെ SSLC എക്സാമിൻ്റെതാണ്. വായിച്ച് നോക്കി കിളിപ്പോയി, കാര്യം നല്ല ടഫാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് മാത്രം എടുത്തു. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ എടുത്തു, സെറ്റ് ABC ഒക്കെ ആയിട്ട്. പിന്നെ അതും വെറുതെ ഒന്ന് നോക്കി. പിന്നെ അതെല്ലാം പഠിച്ചൊക്കെ ഏകദേശമൊക്കെ ഒന്നായിട്ട് ലേബറിൻ്റെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ക്രിസ്മസ് എക്സാമിൽ, അത് കൂടെ എങ്കിലും ചെയ്ത് നോക്കി. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. ഞാൻ പിന്നെ രാവിലെ ഒരു ലൈവൊക്കെ കണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ മാത്സ് ആണ്, എല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.